അവിടെ ഇരുന്ന് കണ്ണുരുട്ടുന്നു. അവിടെ നിന്ന് ഞാൻ കണ്ണൊന്നും ഇട്ടില്ല. അങ്ങനെയാണോ മോളെ? ഇപ്പൊ ചോദിക്കാം, മോളെ അച്ഛനാണോ അമ്മയാണോ കൂടുതൽ വഴക്ക് പറയുന്നേ? കണ്ട, കുറെ പ്രായമായവര് കുട്ടിയെ കാണാനായിട്ട് വരും. ഇവർ ആദ്യം അടിക്കുന്ന ഡയലോഗ് എന്താണെന്നറിയാവോ? ഇയാളെ ആർക്കും വേണ്ട. ഈ ഒരു ഡയലോഗ് മൂത്ത കുട്ടിക്ക് ഇട്ട് കൊടുക്കുവാണ്. ഒരു ഇൻപുട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇവരങ്ങ് പോകും. തുറന്നു തുപ്പടി തുപ്പ്, ഇവിടെ തുപ്പ്, ഇവിടെ തുപ്പ്. എന്നെ തുപ്പരുത്, അവിടെ തുപ്പിയാ കല്ലു. കുട്ടികൾ വേഴ്സസ് പട്ടികൾ രണ്ടിനെയും കൂടെ നോക്കിക്കഴിഞ്ഞാലേ അവരുടെ സൈക്കോളജിക്കലി എന്തോ ഡിഫറൻസ് എന്നുള്ള അറിയാവോ? കഴിഞ്ഞു വന്നേ കല്ലു, ഇഞ്ഞു വന്നേ കല്ലു. കുട്ടികൾ പറഞ്ഞ അനുസരിക്കും, പട്ടികൾ അനുസരിക്കത്തില്ല. തിരിച്ചാ, കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കത്തില്ല, പട്ടികൾ പറഞ്ഞാൽ അനുസരിക്കും. അവളെ എന്നെ വിളിച്ചപ്പോ വന്ന് നീ ആണെന്നുണ്ടെങ്കിൽ വരുവോ? കാരണങ്ങൾ സഹിതം ബോധിപ്പിച്ചാലേ നീ വരത്തോളം ചിലപ്പോ. രണ്ടുപേരും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. കുട്ടികളെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നോ അതേ സൈക്കോളജി വെച്ചിട്ട് തന്നെ പട്ടികളെ ഡീൽ ചെയ്യണം. തിരിച്ചും അതേപോലെ തന്നെയാണ്. ഡോഗ്സിനെ ഡീൽ ചെയ്യുന്ന അതേ സൈക്കോളജിയാണ് കുട്ടികളിൽ വർക്ക് ആവുന്നത്. ഇപ്പൊ ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡി മോളെ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. ഇതിന് പകരം വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം. ഡോഗ്സിനും ഇതേപോലെയാണ്. ഇപ്പൊ ഇവിടെ ഇട്ട് തള്ളിക്കൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നതിനെക്കാട്ടി നല്ലത് ഇതിനെക്കാട്ടിലും നല്ലൊരു കാര്യം അവളെ പഠിപ്പിക്കുന്നത്. അടി അവളെ അങ്ങോട്ട് ചരിച്ചെടുത്തേ. ഇത് കണ്ട, ഇത് കണ്ട, ഇപ്പൊ അവള് മൊത്തത്തിൽ ഇത് കണ്ട ചേഞ്ച്. ഇതിന് പകരം നീ ഒന്ന് തള്ളി നോക്കാം അവളെ. അടി മാറി. അപ്പൊ അവള് കണ്ട അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. അതായത് നേരെ എല്ലാത്തിനും റിവേഴ്സ് സൈക്കോളജിയാണ് ചെയ്യുന്നത്. ഇവരെ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഇല്ല, അല്ല, ഇല്ല, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള പേരന്റിങ്ങിൽ പേരൻസ് യൂസ് ചെയ്യുന്ന വാക്കുകൾ ഇതൊക്കെയാണ്. കുട്ടികൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ മതി, അത് ചെയ്യരുത്, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇവരുടെ കുരുത്തക്കേടുകൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം അതിന് പകരമുള്ള കാര്യങ്ങളാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവളിപ്പോ കുറച്ച് ദിവസത്തിന് ശേഷം അടുത്ത് കിട്ടിയേക്കുവാണ്. അപ്പൊ എങ്ങനെങ്കിലും ഇവളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് അത് ചെയ്യരുത് എന്നുള്ളതിന് പകരം ഹൗ ടു ഇന്ററാക്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്തോടി നമ്മൾ അടങ്ങിയിരിക്കുന്നത്? ഇത് നീ എടുക്കരുത് കേട്ടാ, കേട്ടാ, നീ എടുക്കരുത്. കണ്ട, എടുത്തത് കണ്ട, ഇത്രയുള്ള സൈക്കോളജി. ഇതിന് പകരം ഈ മോള് പോയിട്ടൊരു ബോൾ എടുത്തോണ്ട് പോവാ. രണ്ടിലും ഞാൻ ഈ സാധനം തിരിച്ചു വാങ്ങിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവള് കൊണ്ടുപോ വളരെ ഹാപ്പി ആയിട്ട് ബോൾ എടുക്കാൻ എങ്ങോട്ടോ പോയി. അവിടെ ബോളും ഇല്ലൊരു തേങ്ങയില്ല. എടീ മോളെ, അവിടെങ്ങും ബോളില്ല, ഇനി പോരെ. തിരിച്ചോടി വരും, വേണ്ട. ഇപ്പൊ സാധാരണ അമ്മമാരായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ? കയ്യിൽ എന്തെങ്കിലും ഒരു വൃത്തികെട്ട സാധനം ഇരിക്കുന്നത്, അത് വാങ്ങിച്ചിട്ട് എടി ഇതെടുക്കരുത്, കൊന്നുകളയും, കാച്ചിക്കളയും, ഇങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് അവിടെ നിന്ന് ചിരിക്കുന്നത്, വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ആള് ചിരിച്ചോണ്ടിരിക്കുവാണ്. ഇതാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ പേരൻസും ഇക്കാര്യം ശ്രദ്ധിക്കുക. അതാണ് ഞാനത് തിരിച്ചു കൊടുത്ത്. ഓക്കെ, നമുക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് ഈ സാധനം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ഇതേപോലെ തന്നെ ഡോഗ്സിന്റെ കയ്യിൽ നിന്ന് എല്ലാ സാധനവും വാങ്ങിക്കാം. എന്റെ കൈ ഇതെന്ത്, ഇവക്കും ഇത് വേണം, ഇപ്പം അവക്കും അത് വേണം, തോക്ക്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു സാധനം വരുമ്പോ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴാണ് കോൺഫ്ലിക്ട് ഉണ്ടാകുന്നത്. വീട്ടില് രണ്ട് മക്കള്, രണ്ടുപേർക്കും ഒരു സാധനമായിരിക്കും വേണ്ടുന്നത്. അപ്പൊ നമ്മളെന്താ ചെയ്യും? രണ്ടെണ്ണം വാങ്ങിച്ചു വെക്കും. രണ്ടെണ്ണം വാങ്ങിച്ചു വെക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. സപ്പോസ് രണ്ടെണ്ണം ഇല്ലാന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യും? മോൻ മൂത്തതല്ലേ, മോൻ ഇത്തിരി നേരം അമ്മ വാങ്ങിച്ചേരാ, തൽക്കാലം അവളെ ഇടയിൽ കൊടുക്കാൻ പറയും. വല്ലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ എപ്പോഴും മൂത്തതല്ലേ നീ അവക്ക് കൊടുക്ക്, അങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂത്ത കുട്ടിക്ക് എപ്പോഴും ഒരു ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അതേപോലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ടാവും. എല്ലാം അവക്കാണ് കിട്ടുന്നത്, എല്ലാം അവനാണ് കിട്ടുന്നത്, എനിക്കൊന്നും കിട്ടുന്നില്ല. പാർഷ്യാലിറ്റിയാണ്, അച്ഛന്റെ പാർഷ്യാലിറ്റിയാണ്, അമ്മയുടെ പാർഷ്യാലിറ്റിയാണ്, ഇങ്ങനെയൊക്കെ തോന്നും കേട്ടാ. അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അവിടെയും നമ്മൾ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഡൈവേർഷന് വേണ്ടിയിട്ട് ആദ്യം ആലോചിക്കുക. മോളെ ഇത് ചേട്ടന് കൊടുക്കുവോ? ഇനി തരും, ഓക്കെ, അല്ലെങ്കിൽ മോള് വെച്ചു, മോള് തന്നെ കൊണ്ടുപോയി ചേട്ടന് കൊടുക്കും. ഇതേ രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൈവേർട്ട് ചെയ്യും. ഇവളിത് കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ഇവക്ക് അപ്പൊ തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യാം. രണ്ടെണ്ണം ഈക്വൽ ആയിട്ടുള്ള വാങ്ങിച്ചു വയ്ക്കുന്നതിന് പകരം ആരാണോ ഷെയർ ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുന്നത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തതിന് ശേഷം അതിനെക്കാട്ടി നല്ലൊരു സാധനം റിവാർഡായിട്ട് കൊടുക്കാം. ഇല്ലേ നമ്മളെ അങ്ങനല്ലേ അച്ഛൻ ചെയ്യുന്നേ? അതെ ആണ്. പക്ഷെ അമ്മ ചെയ്യുന്ന എങ്ങനെ? അമ്മ വഴക്കുറയത്തില്ലയോ? പറയുവോ? അവള് പറയത്തില്ല, അവിടെ ഇരുന്ന് കണ്ണുരുട്ടുന്നു. അവിടെ ഞാൻ കണ്ണൊന്നും ഇട്ടില്ല. അങ്ങനെയാണോ മോളെ? ഇപ്പൊ ചോദിക്കാം, മോളെ അച്ഛനാണോ അമ്മയാണോ കൂടുതൽ വഴക്ക് പറയുന്നേ? കണ്ട, കറക്റ്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കൂ. ഏറ്റവും സ്നേഹിക്കുന്ന ആരാ?
അമ്മ. അവർക്കറിയാം അമ്മയാണ് സ്നേഹിക്കുന്നതെന്നുള്ളത്, പക്ഷെ വഴക്ക് പറയുന്നത് അമ്മയാണ്. പക്ഷെ ഒരിക്കലും ഒരു കൈ കൊണ്ട് തലോടിയും മറ്റേ കൈ കൊണ്ട് ഉപദ്രവിക്കുകയും ഒരിക്കലും കോൺഫ്ലിക്റ്റ് വരുമ്പോ നമ്മൾ ഒരു സൈഡ് പിടിച്ചിട്ട് നിക്കരുത്. ഓക്കെ, ഞാനേ ഒരു സൈഡ് പിടിച്ച് ഇതാക്കത്തില്ല. ആരുവിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞാലും അവള് മാറിക്കഴിയുമ്പോ അവനെ ഞാൻ ആ രീതിയിൽ കെയർ ചെയ്യും. അതുകൊണ്ട് അവൻ ആ ഒരു പാർഷ്യാലിറ്റി തോന്നത്തില്ല. നമ്മുടെ ഒരു എന്താണ്, പ്രത്യേകിച്ചും മലയാളികളുടെ പേരന്റിങ്ങിന്റെ സ്റ്റൈലില് ഇങ്ങനെ കുറച്ച് നമുക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കുഞ്ഞ് ജനിക്കുമ്പോഴത്തേനും അവിടെ ഒരു മൂത്ത കുട്ടിയുണ്ട്, ഇളയ കുട്ടി ജനിച്ചു എന്ന് വയ്ക്കുക. കുറെ പ്രായമായവര് കുട്ടിയെ കാണാനായിട്ട് വരും. കുട്ടിയെ കാണാനായിട്ട് വരുമ്പോ ഇവർ ആദ്യം അടിക്കുന്ന ഡയലോഗ് എന്താണെന്നറിയാവോ? ഞങ്ങൾക്ക് ഇനി കുഞ്ഞുവാവ ഉണ്ടല്ലോ. കൊറോണ ടൈം ആയതുകൊണ്ട് നമുക്ക് ആരും അതിൽ നിന്ന് ഒരുപാട് ഇയാളെ ആർക്കും വേണ്ട. ഈ ഒരു ഡയലോഗ് മൂത്ത കുട്ടിക്ക് ഇട്ട് കൊടുക്കുവാണ്, ഒരു ഇൻപുട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇവരങ്ങ് പോകും. ഇവര് ഈ കൊച്ചുകുട്ടികള് ഇതിനെ കുറിച്ചിട്ട് ചിന്തിച്ച് തുടങ്ങുന്ന ആ ഒരു മൊമെന്റിലായിരിക്കും. അപ്പൊ ഒരിക്കലും ഇത് ചെയ്യരുത്. ഇത് ഒരു പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞവർക്കുള്ള ഒരു പ്രശ്നമാണിത്. എന്തിനാണ് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് പോകുന്നത്? ഈ ചിലപ്പോ അവർ വളരെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവര് ആ ഒരു മൊമെന്റിലായിരിക്കും ചിലപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങുന്നത്. അതിനുശേഷം കാണുന്ന ഓരോ കാര്യങ്ങളിലും അവരത് കാണും. കാരണം എന്താണ്, കൂടുതൽ കെയർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടിക്ക് തന്നെയാണ്. പാല് കൊടുക്കുന്നു, കളിപ്പാട്ടങ്ങൾ കൊടുക്കുന്നു, എല്ലാവരും ചുറ്റും നിന്ന് കളിപ്പിക്കുന്നു, ചുറ്റും എപ്പോഴും ആള് കാണും. മൂത്ത കുട്ടിയെ എന്തായാലും കുറച്ച് സമയം നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ വീട്ടിൽ വന്നിട്ട് പോകുന്നവരുടെ ഈ പറച്ചിലും ഇതും കൂടെ കണക്ട് ചെയ്ത് വരുമ്പോഴത്തേന് തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകും. അവർക്ക് ഒരു പാർഷ്യാലിറ്റി ഉണ്ട് എന്നവർ വിശ്വസിച്ച് തുടങ്ങും. അവിടെ മുതൽ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കാരണം കൊണ്ടിട്ട് മാത്രം ഇവരുടെ ബിഹേവിയർ, ക്യാരക്ടർ എല്ലാം മാറിപ്പോകുന്നുണ്ട്. പേഴ്സണാലിറ്റിയിൽ തന്നെ ചേഞ്ചുകൾ ഉണ്ടാകാറുണ്ട്. അവർ നല്ലൊരു സ്ട്രെസ്സിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഒരിക്കലും ഇതൊന്നും ചെയ്യരുത്. ഈ സമയത്ത് ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പേരൻസ് അവിടെ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ ഇത് മൂത്താക്കി കൊടുക്കണം. അങ്ങനല്ല, ഇപ്പൊ ഒരാൾ അങ്ങനെ പറഞ്ഞു, ആ പറയുന്ന മൊമെന്റിൽ തന്നെയാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത്. ഒരു പ്രായമായ ഒരു ആന്റി അവിടെ വന്നിട്ട് ഈ ഒരു ഡയലോഗ് അടിച്ചു. ഡയലോഗ് അടിക്കുന്ന സമയത്ത് നമ്മൾ അച്ഛനോ അമ്മയോ തന്നെ പറയണം, നിങ്ങൾ ചെറിയ കൊച്ചിനെ എടുത്തോ, മൂത്ത കൊച്ചിനെ ആക്ക് മതി, ഞങ്ങൾക്ക് അവനെയാ ഇഷ്ടം. ഈ ഡയലോഗ് നമ്മൾ പറയുമ്പോഴത്തേന് ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് ചെറിയ കുട്ടിക്ക് ആ ഏജിൽ ഉണ്ടായിരിക്കത്തില്ല. മൂത്ത കുട്ടിക്ക് അത് മനസ്സിലാകുകയും ചെയ്യും. അവര് കൂടുതൽ കോൺഫിഡന്റ് ആവും. മനസ്സിലായല്ലേ? അപ്പൊ നമുക്ക് വളരെ നൈസായിട്ട് ഫണ്ണി ആയിട്ട് അതങ്ങ് ഡീൽ ചെയ്ത് പോവാം. ഇതിനകത്ത് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല. ഞാൻ പറയാറുണ്ട്, അമ്മയ്ക്ക് ആരൂനെയാണ്, ആരൂന് കളിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു. കാരണം ഈ പ്രായമായവരുടെ ഈ ഒരു ചൊറിച്ചിലെന്ന് പറയുന്നത് അവർ ഇന്റൻഷനലി ചെയ്യുന്നൊന്നും അല്ല. അവർക്ക് അങ്ങനെ ഒരു അവര് കേട്ട് ശീലിച്ച് വന്ന കാര്യങ്ങൾ അവർ ഇങ്ങനെ കളിപ്പിക്കുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. കല്ലുഞ്ഞു വന്നേ, നിന്നെ കൂടെ വെച്ചാ പറയുന്നത്. അതേപോലെ ആ സെയിം ഇതല്ലേ പുതിയ ഒരു. ഇപ്പൊ ഞാൻ ഇവിടെ വിളിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ 6 പേരെ കൊണ്ടുവന്നതെന്ന് പറയുന്നത് 6 മാസം ഗ്യാപ്പിലാ കൊണ്ടുവന്നത്. പുതിയ ആളിനെ കൊണ്ടുവരുമ്പോ ഇതേ പാറ്റേൺ തന്നെ നമ്മൾ സ്വീകരിക്കും. കാരണം മറ്റേ ആള് പിണങ്ങി മാറിയിരിക്കും. അവരെ വിളിച്ചിട്ട് ഫുഡ് കൊടുത്തിട്ട് ഈക്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കും. അവർക്ക് ഒരു ഇച്ചിരി കൊടുത്തതിന് ശേഷമായിരിക്കും ചെറിയ പപ്പിക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തും പരീക്ഷിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. എന്താണ് ഇവർക്ക് വിഷമം വരുന്നത്, എന്താണ് ദേഷ്യം വരുന്നത്, എന്താണ് പിണക്കം ഉണ്ടാക്കുന്നത്. ടിങ്കു ഓർമ്മയുണ്ടോ ടെസ്സേനെ കൊണ്ടുവന്ന ഫുഡ് കഴിക്കത്തില്ലായിരുന്നു, ഇവിടെ കൊണ്ടുപോയി ആദ്യം ടെസ്സയെ കൊണ്ടുവന്ന ദിവസത്തെ വീഡിയോ കിടപ്പുണ്ട്. ആ ദിവസം ടിങ്കു ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ആ പാത്രം എടുത്തോണ്ട് പോയാൽ കുഴി കൊണ്ടിട്ട് വീഡിയോ കിടപ്പുണ്ട്. അതിനകത്ത് വേണമെങ്കിൽ അത് കാണിച്ചേക്കാം, കിടപ്പുണ്ടെങ്കിൽ കാണിച്ചേക്കാം. കുറെ വീഡിയോസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആകാശത്തോട്ട് നോക്കിയിരിക്കുന്നു, കണ്ടാ. അപ്പൊ കുട്ടികളിൽ നിന്നും പട്ടികളിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്ത് പോകും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എടി, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നീ ഒരു കൊച്ചുകുട്ടിയാണ് വീട്ടില്, അതിൽ നിന്ന് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇവള് കൊച്ചുകുട്ടി, ഇവക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ചോദിക്കുന്നില്ല. ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വലിയ ലിസ്റ്റ് ഇങ്ങനെ എഴുതി കൊണ്ടുവന്നാൽ നമുക്ക് പരിഹരിക്കാം. ഇവക്ക് ചില വിഷമങ്ങളുണ്ട് കേട്ടോ. ഇവക്ക് കാത്തുവിന് കൂടുതൽ കെയർ കൊടുക്കുന്നു. ഇവിടെ ഞാൻ കാത്തുവിനെ തടവി കഴിഞ്ഞാൽ പിന്നെ എന്റെ അടുത്ത് പിണക്കവാ, മിണ്ടത്തില്ല. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പിണക്കമുള്ളത് ട്യൂണയ്ക്കാണ്. ആരെങ്കിലും നമ്മളൊന്നും തടവിയ പിടിച്ചാ മതി തുടങ്ങും ട്യൂണ. പക്ഷേ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായിരിക്കും. നമ്മളതൊന്ന് മറിച്ചിടുക, തലയെ തുപ്പുക, എന്തെങ്കിലും അലമ്പ് കാണിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ടിട്ട് നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യാറുണ്ട്. ഇതിന് പകരം നല്ല രീതിയിൽ വന്ന് നമ്മൾ എനിക്കും കൂടെ തടവി തരുമോ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേനും നമ്മൾ അത് ചെയ്യാറുമുണ്ട്.
ഓരോരുത്തരും ഓരോ രീതിയിൽ നമ്മൾ വരുമ്പോ ഞാൻ അവോയ്ഡ് ചെയ്തു പക്ഷെ ചൂണ നല്ല രീതിയിൽ വരുവാ ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോ നല്ല രീതിയിൽ അപ്പൊ ഈ വീഡിയോ കാണുന്ന പേരൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചേക്കുക. കുട്ടികളെ ഈ ഏജില് നമ്മള് ഈ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ചെറിയ കാര്യങ്ങൾ പക്ഷെ ഫ്യൂച്ചറിൽ ഭയങ്കര വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. നിങ്ങളത് ചെയ്ത് നോക്കുക. എന്താ മൂത്രം ഒഴിക്കണം. ഓക്കെ, വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇതേപോലുള്ള ആവശ്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ എൻഡ് ചെയ്യേണ്ടതാണ്. അടുത്ത വീഡിയോയിൽ കാണാം.